കണ്ണൂർ ആറളത്ത് ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുൻപ് സംസ്ഥാന സർക്കാർ നൽകിയ വീടുകൾക്ക് മുന്നിലും TRDM ഭവന പദ്ധതി മുഖേന 2017-18 വർഷത്തിൽ നൽകിയ വീടുകൾക്ക് മുന്നിൽ ബോർഡുകൾ അന്ന് സ്ഥാപിച്ചിരുന്നു. വീടുകൾക്ക് മുന്നിൽ എഴുതി വെച്ചാലേ ഫണ്ട് ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞെന്ന് ഗുണഭോക്താക്കൾ ഇന്ന് നമ്മളോട് പറയുന്നു. വീടിന് മുന്നിലെ എഴുത്ത് ആരോ തന്നതാണ് എന്ന തോന്നൽ ഉണ്ടാക്കാറുണ്ടെന്നും ഗുണഭോക്താക്കൾ പറയുന്നുണ്ട്. കേൾക്കാം. അത് ഫൈനൽ ബില്ല് കൊടുക്കുമ്പോൾ ഗുണഭോക്താക്കളുടെ പേര് എഴുതി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കുന്നത്. ഇല്ല മുമ്പില്ലായിരുന്നു. 1.25 ആ പദ്ധതി വരുമ്പില്ല. 2.5-3.5 വീടിനൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ. ആ പേര് എഴുതി വെച്ചിട്ട് ലാസ്റ്റ് ബില്ല് കൊടുക്കുള്ളൂ. എഴുതി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പദ്ധതി ഭവന നിർമ്മാണ പദ്ധതി അത് ഇന്നാളുടെ വകയാണ് ഇത്ര തുക വിനിയോഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എഴുതേണ്ട കാര്യമില്ലല്ലോ. എഴുതി വെക്കുമ്പോൾ ഒരു മാനസികമായിട്ട് അതെ ഉണ്ട് മാനസികമായിട്ട് തന്നതാണ് തോന്നലുണ്ടാവും അല്ലേ? ഉണ്ടാവും. 2017-18 കാലത്ത് സംസ്ഥാന സർക്കാർ തന്നെ നിർമ്മിച്ച ആറളത്തെ ഭവനരഹിതർക്ക് വേണ്ടിയിട്ടുള്ള വീടിന് മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. TRDM ഭവന പദ്ധതി മുഖേന എന്ന് എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് 2017-18 എന്നാൽ പിന്നീട് PMAY പദ്ധതി വരുമ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നു. അതിൽ വീടുകളുടെ മുന്നിൽ ലോഗോയോ ഇത്തരത്തിൽ എഴുതി വയ്ക്കുന്നത് ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുമെന്ന് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുക്കുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും ഭവന പദ്ധതിയിൽ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത്. അർജുൻ കല്യാണുണ്ട്. അർജുൻ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ മുന്നിലും ഇത്തരത്തിൽ ലോഗോ പതിക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്ത ചെറിയ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഡോക്ടർ, തീർച്ചയായിട്ടും ആറളം പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി 2017-18 കാലയളവിൽ അനുവദിക്കപ്പെട്ട വീടുകൾക്ക് മുന്നിലാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാനിടയായിട്ടുള്ളത്. അതിനകത്ത് TRDM ഭവന പദ്ധതി എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവരുടെ പേരും അതുപോലെ തന്നെ പ്ലോട്ടിൻ്റെ നമ്പറും അതിന് ചിലവഴിച്ചിട്ടുള്ള തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ വീടുകളുടെയും മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വളരെ വ്യക്തമായി ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഓരോ തിരിച്ചു വരാം.